ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗുജറാത്തി സ്റ്റൈൽ മസാല കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതിലേക്ക് അരക്കപ്പ് അരി, ബാസ്മതി റൈസോ അല്ലെങ്കിൽ പച്ചരി, പിന്നെ ചെറുപരിപ്പ് അരക്കപ്പ്, ബാസ്മതി റൈസ് അരക്കപ്പ്, രണ്ടും കൂടെ കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് കുതിർത്ത് വയ്ക്കാം. പിന്നെ ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് വേണമെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് വറ്റൽമുളകും 2 എണ്ണം, കുറച്ച് ജീരകം, കുരുമുളക് കുറച്ച് ചതച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും ഓരോ ടീസ്പൂൺ, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് സവാള മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം മുറിച്ചതും തക്കാളിയും കൂടെ ചേർത്ത് അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിലേക്ക്. പിന്നീട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് കസൂരി മേത്തി 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ മുമ്പ് തന്നെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നമുക്ക് ബാക്കി വെജിറ്റബിൾസ്, കാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ബീൻസ്, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണമോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ആദ്യമേ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നമുക്കിപ്പോൾ 1 കപ്പ്, അതായത് അരക്കപ്പ് അരിയും അരക്കപ്പ് പരിപ്പും, അപ്പോൾ 1 കപ്പ്, അതിന് നമുക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 4 മുതൽ 4.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ 4.5 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിലേക്ക് 1 നുള്ളു പഞ്ചസാരയും പിന്നെ കുറച്ച് കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ നമ്മൾ പരിപ്പുള്ളതുകൊണ്ട് ഇത് മുകളിലേക്ക് പൊങ്ങി വരാതെ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് കുക്കർ അടച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ നമ്മുടെ നല്ല രുചിയുള്ള മസാല കിച്ചടി റെഡിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.